പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടാട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ സ്പോഞ്ചിയാണ്, വളരെ ടേസ്റ്റിയാണ്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ ക്രീം ബിസ്ക്കറ്റുകൾ ഏതൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ എടുത്ത് ചെയ്യാട്ടോ. കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ മോൾഡ് ശരിയാക്കി വെക്കാട്ടോ. കേക്ക് ടിന്നിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പറോ വേറെ എന്ത് പേപ്പറാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതെടുക്കാട്ടെ. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല, ഞാൻ സാധാ ബുക്ക് ചെയ്യുന്ന ഒരു പേപ്പർ എടുത്തതാണ്. അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിലും കുറച്ചും കൂടി ഓയിൽ തേച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തേച്ച് കൊടുത്ത ശേഷം പിന്നെ മൈദപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇച്ചിരി കട്ടിയുള്ള കോട്ടിങ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ പുറം ഭാഗമൊക്കെ ഇത്തിരിയും കൂടി ബലം കുറഞ്ഞിരുന്നോളും. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അവിടെ മാറ്റി വെക്കാം. ഈ ബിസ്ക്കറ്റ് എനിക്ക് ഓഫറിൽ കിട്ടിയതാട്ടോ, അതുകൊണ്ട് തന്നെ പല ഫ്ലേവറിലുള്ളതാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ അതെല്ലാം കൂടി എടുത്താണ് മിക്സ് ആക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്ലേവറാണ് ചോക്ലേറ്റ് മാത്രം എടുക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഇതൊരു 25 ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അത് ക്രീമും ബിസ്ക്കറ്റായിട്ട് വേർതിരിച്ചെടുക്കാം. ക്രീമിൽ നിന്ന് വേർതിരിച്ചെടുത്ത ബിസ്ക്കറ്റുകളെല്ലാം ഞാനൊരു മിക്സി ജാറിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. കേക്കിലെ ക്രീം അവിടെ മാറ്റി വെക്കാം കേട്ടോ. ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ക്രീം സെറ്റ് ചെയ്യാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ക്രീം ഉൾപ്പെടെ സെറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആട്ടോ ഞാൻ 25 പറഞ്ഞത്. സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി 50 ഉണ്ടാവും. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചെടുത്ത് നല്ലൊരു സ്മൂത്ത് ബാറ്റർ റെഡിയാക്കണം. ഓൾമോസ്റ്റ് 1 കപ്പ് പാലാണ് എനിക്ക് വേണ്ടി വന്നത് കേട്ടോ. 1 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ കുറവാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്കിന് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. പാല് കുറച്ചായിട്ട് ഒഴിച്ച് ബാറ്റർ റെഡിയാക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിക്കരുത്, കട്ട പിടിക്കും, പിന്നെ വെള്ളം അധികം ആവാനും സാധ്യതയുണ്ട്. നമ്മുടെ ബാറ്റർ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ് ഞാൻ ഇടുന്നത്. ഈനോ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു ചെറിയ പാക്കറ്റ് ഈനോ ഇട്ടാലും മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കാം കേട്ടോ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. കേക്ക് ടിന്ന് എടുക്കുമ്പോൾ 5 ഇഞ്ചിന് താഴെ ഉള്ളത് എടുക്കാം കേട്ടോ. 4 ഇഞ്ചോ 4.5 ഇഞ്ചൊക്കെ ആയാലും മതി. അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് പാത്രം, നമ്മളെ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടാണ് പാത്രം ചെറുതാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രം തന്നെ എടുത്തത്. ഇത് ഇച്ചിരി വലുതായിപ്പോയി. തവയിൽ വെച്ചാട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തവയിലേക്ക് ഡയറക്റ്റ് കേക്ക് ടിന്ന് വെക്കരുത് കേട്ടോ. അതിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെക്കുക. അതിനുശേഷം അതിന്റെ മുകളിൽ കേക്ക് ടിന്ന് വെച്ചിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുക കേട്ടോ, പൊക്കമുള്ളത്. ഇതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ തവയിൽ എങ്ങനെയാണോ കേക്ക് ബേക്ക് ചെയ്യാറുള്ളത് അതേ രീതിയിൽ ബേക്ക് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്രീം സെറ്റ് ആക്കാം. അതിനായിട്ട് ക്രീം ഒന്ന് ഉടച്ചെടുക്കാം. ഭയങ്കര ബലമായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒടിച്ചെടുത്ത ശേഷം ഇതിൽ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. കേക്ക് വെറുതെ ബേക്ക് ചെയ്ത് കഴിക്കാനും നല്ലതാണ്. അപ്പൊ ക്രീം കേക്ക് എടുക്കേണ്ട, സാധാ ബിസ്ക്കറ്റ് എടുത്ത് നമുക്കിത് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം എന്റെ കേക്ക് കുക്കായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ തീയിലൊക്കെ അനുസരിച്ച് വലിയ വ്യത്യാസമൊക്കെ വരും. അപ്പൊ 20 മിനിറ്റിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. കുക്കായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം കേട്ടോ. കുക്കായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടും. കുക്കായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത ശേഷം ഇതേപോലെ 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ക്രീം സെറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു ലെയറിൽ കുറച്ച് ക്രീം വെച്ചൊന്ന് തേച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മധുരം അധികം വേണ്ടാത്തവരാണ്, ഇപ്പൊ ക്രീം ആഡ് ചെയ്യേണ്ടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ചോക്ലേറ്റ് സിറപ്പ് ചേർക്കാതെയും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരു ലെയറിൽ ക്രീം തേച്ചെടുത്ത ശേഷം അടുത്ത ലെയറും കൂടി വെച്ചെടുക്കാം. ഇതിന്റെ മുകളിൽ ക്രീം അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. ബാക്കിയുള്ള കംപ്ലീറ്റ് ക്രീം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. ഇതിൽ തേച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലെ ഭാഗം ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ വീഡിയോസിന് ലൈക്ക് തീരെ കുറവാട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാ. ചാനലിലൊന്ന് കയറി നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാണ്. നല്ല ടേസ്റ്റി ആട്ടോ.
ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രീമിൽ നല്ലൊരു മധുരം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിവാക്കാം കേട്ടോ. ക്രീം മാത്രം വെച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. നടുക്ക് മാത്രം ക്രീം വെച്ചാൽ മതി, അപ്പൊ മുകളിൽ വെക്കണ്ട. താങ്ക് യു.